ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിന് ഒരിക്കലെടുക്കുക പറയില്ലേ, അപ്പം അങ്ങനെ ഇന്ന് ഒരിക്കലെടുക്കണ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഉപ്മാവ്, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരത്ത് ചപ്പാത്തി. നമ്മുടെയൊക്കെ ഇങ്ങനെ പോവും. ശരിക്കും നോമ്പും കാര്യങ്ങളൊക്കെ ആരുടേന്നറിയോ? നോമ്പെടുക്കില്ലേ? ഇത് വേറെ അല്ലേ? ഇത് അല്ല പറയുക നമ്മുടെ എന്നൊക്കെ പറയുമ്പോഴേ, ഒരിക്കലെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അരി ഭക്ഷണം ഒരു നേരം കഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് വേണേലും നമുക്ക് കഴിക്കാം കേട്ടോ. എന്ത് ചപ്പാത്തി കഴിക്കുക, ഭൂരി കഴിക്കുക. അതിന് മുന്നേയുള്ള ക്രിയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുദ്ധി, അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഒരിക്കലും ഏട്ടാ മിതമായ ഭക്ഷണം. പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ആവുമ്പോൾ മിതമായ ഭക്ഷണമൊന്നുമല്ല. കാരണം മക്കളൊക്കെ ദൂരെ ആയിരിക്കും, മക്കളൊക്കെ ഒന്നിച്ചു കൂടുക ചില സമയത്തൊക്കെ. ഇപ്പോഴൊന്നും ചില ആൾക്കാർ ഒന്നിച്ചു കൂടലൊക്കെ അപൂർവമായിരിക്കണു അല്ലേ? നമ്മുടെ ഇവിടെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15-ാമത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 16-ാമത്തെ ദിവസം 16 കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിയുക. പിന്നെ അത് കഴിഞ്ഞ് 1 കൊല്ലം വരെ, ഈ 1 വർഷം വരെയൊക്കെ നമ്മൾ വലിയ കല്യാണം കാര്യങ്ങൾക്കൊന്നും ആദ്യം പോയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴൊന്നൊക്കെ മാറ്റം വന്നു. ഇപ്പോഴൊക്കെ എന്താ പറയുക വെച്ചാൽ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അല്ലേട്ടാ. അമ്പലത്തിൽ ആ 1 വർഷം അമ്പലങ്ങളിലൊക്കെ പോക്ക് കുറയ്ക്കല്ല ഉണ്ടാവില്ല. ഞാനൊന്നും പോയായിരുന്നില്ല. ഈ 1 വർഷം അമ്പലങ്ങളിൽ കൂടുതൽ ആഘോഷങ്ങളിൽ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഏട്ടൻ മാത്രമേ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. അപ്പോഴേ അച്ചുട്ടി ഇതാ പോവാ. ഇത് കണ്ടോ, ഇത്ര വലിപ്പമുള്ള ടവല് നമ്മുടെ തലയിൽ കെട്ടാൻ പറ്റുമോ? ഇന്നലെ പറയണേ നിങ്ങൾ കിച്ചൺ തുടയ്ക്കാൻ വാങ്ങിച്ച ടവല് തലയിൽ കെട്ടിയോന്ന്. ഇതാട്ടോ, ഈ വലിപ്പമുള്ള ടവല് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നാല് കെട്ട് 4 ഭാഗത്തേക്ക് ഇന്ന് നമ്മള് മല്ലി അരയ്ക്കാത്ത കൂട്ടാനാട്ടോ വെക്കുക. മല്ലി അരയ്ക്കാത്ത മോരുകൂട്ടാന്, ഉപ്പേരി, പപ്പടം, അച്ചാറ്, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. മോരുകൂട്ടാൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇന്ന് കുമ്പളങ്ങി ചേമ്പും പാടെ ഇട്ടിട്ടുള്ള മോരുകൂട്ടാനാണ്. പിന്നെ പയറും കോവയ്ക്കും പാടെ ഉപ്പേരി. 4 വർഷങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ട് അറിഞ്ഞില്ല അല്ലേ? ഞങ്ങളുടെ ഞങ്ങൾ കിടക്കണേലല്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ പൂച്ചകൾ കിടക്കണത്. പൂച്ച എവിടുന്ന് വന്ന കൂടിയ പൂച്ചകളാണ്? എവിടുന്ന് വന്ന കൂടിയതല്ല, ആൾക്കാർ തീരെ കൊണ്ടുവന്നിട്ടേ. അതന്നെ പറഞ്ഞത്, എവിടുന്ന് വന്നു കൂടി നമ്മളിവിടെല്ലോ. ആൾക്കാർ എവിടെയിരുന്നോ അതാ പറയുന്നത്. ഞാൻ എന്ന് പറഞ്ഞല്ലേ, നോക്കാൻ പറ്റാത്തവര് വളർത്തരുത്. വളർത്തി കഴിഞ്ഞ് വെച്ചാൽ ഇതേപോലെ ഉപേക്ഷിച്ചിട്ട് ഓരോ അസുഖങ്ങൾ പിടിച്ചിട്ട് ഉപേക്ഷിച്ച് കളയണത് എന്തിനാ? പിന്നെ ഈ കാട്ടുപ്രദേശത്താണ് ഏട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മൾ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതൊന്നും തിന്നാനോ ഒന്നും കൊടുക്കാണ്ട് ഓരോരുത്തർ തല്ലി കൊല്ലണില്ലേ? ഈ പാപം നിങ്ങൾക്കല്ലേ കിട്ടുക? നമ്മളതാട്ടോ ഞാൻ എത്രയോ വീഡിയോയിൽ പറയുന്നുണ്ട്, എത്രയോ കൂട്ടുകാർ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് എന്താ നായക്കുട്ടീനെ വേണോ, എന്തെങ്കിലും പറയുക പൂച്ചക്കുട്ടീനെ വേണോ. നമ്മളെന്താ പറയുക, നമ്മുടെ പപ്പൂനെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അവനെ നോക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ പുതിയ വീട്ടിൽ ഇതാ നാൾ ഫോട്ടോ ഇട്ട് തന്നിരുന്നു, ചെറിയൊരു പെട്ടിയിൽ വളർത്തുന്ന നായക്കുട്ടിയിലേട്ടാ. ഇത്രയേ ഉള്ളൂ, അത് വളരെ ഇല്ല അത്രേ. അപ്പൊ അതിന് പൂച്ചയുടെ വലിപ്പേ ഉള്ളൂ. അതിന് നല്ല വില ഉള്ളതാ അത്ര. പ്രസി നാവ് കുഞ്ഞിതൊക്കെ ഇട്ട് കണ്ണോ. കുറച്ച് മത്തൻ എടുത്തിട്ടേ, മത്തൻ അതുകൂടെ അങ്ങനെ വെള്ളം പോകണം. ആ പാത്രത്തിലാണ് ഓട്ട. ഞാൻ മത്തനും ചെറുപയറും പാടെ വെക്കണം വിചാരിച്ചാണ്, പക്ഷെ ചെറുപയർ കിട്ടിയില്ല. നോക്കിയപ്പോൾ കണ്ടില്ല. കുറച്ച് തേങ്ങ കൂടിപ്പോയോന്നൊരു സംശയം. തേങ്ങയല്ലേ കൂടട്ടെ, മത്തനല്ലല്ലോ. നമ്മളെ അമ്പലത്തിൽ പോയപ്പോ അസ്ത്രം പറഞ്ഞ സംഭവം കഴിച്ചത് ഓർമ്മ ഉണ്ടോ? ചേമ്പൊക്കെ ഇട്ടിട്ട്. അസ്ത്രോ? അതിനെ പറയാ അസ്ത്രം. അങ്ങനെ ഒരു പേരുണ്ടോ?
ഇത് കട്ടായിട്ട് വരും. ഇപ്പം എന്താ സാധനം, എന്താ അസ്ത്ര? ഇത് അസ്ത്രമല്ല, ഇതൊന്നും അസ്ത്രമൊന്നുമല്ല. ഇത് മത്തം കൊണ്ട് വെറുതെ എന്തെങ്കിലും ഒന്ന് രണ്ടാമത് മൂന്നാമത് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടുണ്ടാക്കി. സുകന്യക്ക് അസ്ത്രമൊന്നും കിട്ടിയില്ല. സുകന്യക്ക് അതൊന്നും കിട്ടിയില്ല. അറിയാം അസ്ത്രം യോഗമാണ് സുകന്യ. അതിനെ എന്റെ കൂടെ നിക്കണേ. ഈ എന്തിനാ പറഞ്ഞത് കൊണ്ടാണ് കിട്ടാഞ്ഞത്. എന്റെ കൂടെ നിക്കാണ്ട് ഞാൻ ഞങ്ങളെല്ലാരും ഒരുമിച്ച് കയറി. പിന്നെ കിച്ചു ഉണ്ണിച്ചക്കൻ പൊന്നുട്ടി കുഞ്ഞാൻ കുഞ്ഞുണ്ണി പൊന്നൂസ് കണ്ണൻ ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ എന്റെ കൂടെ നിക്കാതെ ഇവിടെ തിന്നാൻ കിട്ടിയില്ലല്ലോ. മറ്റേതാണ് പറഞ്ഞ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഞങ്ങൾ ഫസ്റ്റ് പോയി, നിങ്ങൾ ലാസ്റ്റ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ അങ്ങോട്ട് പോകണം. അല്ലൊക്കെ ഞങ്ങള് പട്ടിരുന്നാലും എന്റെ വയറെന്ന് അറിഞ്ഞാലേ എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്. കണ്ണ് പോയാലേ ഞാൻ ഇവിടുന്ന് പോയാലേ ഇവർക്ക് എന്റെ വില മനസ്സിലാവുള്ളൂ ഇല്ലേട്ടാ. എന്താ അല്ലെങ്കിൽ അവള് പോകുമ്പോ പിന്നാലെ അവളുടെ പിന്നാലെ നടന്നിട്ട് ഞാനാണ് അവൾക്ക് എല്ലാം ചെയ്തു കൊടുത്തത്. നോക്കണ്ട നോക്കണ്ട. അപ്പൊ കുട്ടികൾക്ക് തിന്നാനും കൊടുത്തിട്ട് ചോറ് എന്താ അവൾക്ക് കുട്ടി എന്റെ കൂടെ വരെ വെച്ചാലേ അവൾക്ക് കുട്ടികളെ നോക്കണ്ട. അവൾക്ക് ഫ്രീ ആയിട്ട് നടക്കുക. ആ ഇവിടേക്ക് പോയപ്പോ ഇസയ്ക്ക് പോയപ്പോ എന്തെങ്കിലും ശല്യം ഉണ്ടായോ നിനക്ക് കുട്ടികളെ കൊണ്ട്? ഞാൻ ഒരു 10 മിനിറ്റ് എടുത്തു. അപ്പോഴേക്ക് സാധ്യത ഇറക്കി വന്നിട്ട് അതിനെ ഇറക്കി വിട്ടു. ഇറക്കിയപ്പോ ഓടുന്നു വന്നിട്ടാ. അതാണ് നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാവണില്ല അല്ലേട്ടാ. മനസ്സിലായില്ലേ? എന്നിട്ട് ഉയർത്തിയപ്പോ ഞാൻ തിന്നില്ല. എനിക്ക് സന്തോഷമായി. സത്യം പറയാ ചെക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ഞാൻ റോസ്റ്റ് കഴിച്ചിട്ട് പിന്നെ എന്താ സതിയേട്ടൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോയി കഴിച്ചാ പോരെ ചോദിച്ചു. പക്ഷെ നമ്മള് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അടച്ചൂലേ. അവിടേക്കൊക്കെ ഒന്നിപ്പോ എന്നും പോക്കുള്ളല്ലോ. നമ്മളിപ്പോ എപ്പോഴും പോവപ്പോ മണ്ണാർശാലക്കൊക്കെ എപ്പോഴും പോകും. അല്ല ഇനി ഞങ്ങൾ എന്തായാലും പോട്ടോ. നമ്മൾ ഒരു ദിവസം അവിടേക്ക് പോകുന്നു വിചാരിച്ചിട്ടുണ്ട്. എന്താ കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിലേക്കൊക്കെ ഒരു ദിവസം 11 മണി മുതൽ 5 മണി വരെ. അതെന്താണെന്നറിയോ, വിഷുവിൻ്റെ സമയവും ക്രിസ്മസ് അതേപോലെ ഓണം വെക്കേഷൻ സമയത്ത് പോകരുത് എന്ന് പറഞ്ഞു. അല്ലാത്ത സമയത്ത് പോകുക വെച്ചാൽ കമ്മിയായിട്ട് കിട്ടുത്രേ. അങ്ങനെ കമ്മിയായിട്ട് കിട്ടുകയാണ് പറഞ്ഞാൽ നമുക്ക് പോകണമല്ലേ. പോണ്ടേ? ഇനിയിപ്പോൾ പിന്നെ പേടിയില്ലല്ലോ. എന്താ വെച്ചാൽ ഷീബ ചേച്ചി ഉള്ളതും കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഒക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിയാക്കാന്ന്. അവിടെ പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ കുഴപ്പമില്ല. മറ്റേത് നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ പോയിട്ട് ഹൗസ് ബോട്ടിൽ കയറണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 34,000 35,000 രൂപയൊക്കെ പറയും. ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇറങ്ങലുണ്ടാവും. 1 ലക്ഷം രൂപ വരെ പോക്കുണ്ടാവില്ലേ? 35,000 പറഞ്ഞേ ഹൗസ് ബോട്ടിൽ കയറത്തില്ല. ഹൗസ് ബോട്ടിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഇന്ന് അങ്ങോട്ട് ഇറങ്ങലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഇതിൽ നമ്മളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ എന്നപ്പോ ജീവിതത്തിൽ ഇനി ചിലപ്പോ ഉണ്ടാവില്ല. ഇത്ര കാലം ഉണ്ടായിട്ടില്ലല്ലോ ഒരു ബോട്ട് കയറില്ല വഞ്ചി കയറില്ല. ഉപ്പേരി മോര് കൂട്ടാനും പപ്പടം അച്ചാറും മാത്രമേ ഉള്ളൂ. ഇപ്പൊ മലമ്പുഴയിൽ ചവിട്ടുന്ന ആ ബോട്ടുണ്ട്, അതിൽ വരെ കയറാൻ പറ്റിയിട്ടില്ല. പോണം സുകന്യ പോണം. ഞങ്ങള് പറശ്ശിനിക്കട പോയി കാണാം. ഇത് കായലോ എന്തോന്ന് ഇതാട്ടോ. ചട്ടി കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട. ഇത് തറവാട്ട് ചട്ടിയാണ്. ഇതിൽ കുറച്ച് തേങ്ങ ആയിട്ടോ. പിന്നെന്താണെന്നറിയോ, അത് കുറച്ച് ചെറിയപ്പോൾ അധികം. ഇനി അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇവരെല്ലാവരും നിന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞു. എൻ്റെ കണ്ടുമോറും കാണുമ്പോൾ എന്തോ പോലെ തോന്നല്ലേ. വെയ്യ എന്താ വെയ്യായ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാം ഉണ്ട്. നാളെ തിരുവില്ലാമല പോട്ടോ. തിരുവില്ലാമല പോയി കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ ഒരു ശ്രീരാമൻ്റെ അമ്പലമില്ലേ. ആരോടും പറയേണ്ട കാര്യമില്ല. അല്ല അവിടെ പുനർജനി ആ ഭാഗത്ത് എല്ലാ കൊല്ലം ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് കർക്കിടക മാസത്തിൽ
സുകന്യ വേണ്ട, വന്നിട്ടേ ഇല്ല, കണ്ടിട്ടില്ല. സുകന്യ വന്നിട്ടേ ഇല്ല. അതെ. അച്ഛൻ്റെ ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ല അത് കഴിഞ്ഞ് കുറച്ചാണ് പോണം. അവിടെ ക്ഷേത്രമുണ്ട്, അതിന്റെ കുറച്ച് അങ്ങോട്ട് പോയ ക്ഷേത്രം. ഞാനും രണ്ടാമത്തെ അനിയത്തിയും അവൾക്ക് 2 പ്രാവശ്യം പോകാൻ പറ്റിയില്ലമ്മ രജിതയ്ക്ക്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല, ഇക്കൊല്ലം ഇനിയിപ്പോൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവിടെ മൂന്നാമത്തെ കൊല്ലം, കഴിഞ്ഞ കൊല്ലം പോയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം, നാളത്തെയും കൂടിയും കൂട്ടിയ 3ാമത്തെ പ്രാവശ്യം. ഞാൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടുത്തെ അച്ഛനോടും എൻ്റെ അച്ഛനോടും കേട്ടോ, രണ്ടും ഞാൻ ചെയ്തിട്ട് വരും. അപ്പോൾ എന്താ ഇതിനൊന്നും പോവാതിരിക്കാൻ പറ്റുക വെച്ചാൽ അത്രയും നന്നു പറഞ്ഞില്ലേ. പിന്നെ എൻ്റെ വീട്ടിൽ പോവുക കരിമ്പോഴേക്കും പിന്നെ ഇപ്പോൾ ഈ ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരും മരിച്ചിട്ട് നമുക്കതൊന്നും ചെയ്യാനുള്ള ഇടം ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന്. അത് മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ, അങ്ങനെ ദൈവം തന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ളത്. ഇപ്പോൾ എന്തൊക്കെ സൗകര്യമുണ്ട്, TV, മിക്സി, ഗ്രൈൻഡർ, ഇതൊക്കെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കൊടുക്കില്ലേ. എന്താ ഒരു മനുഷ്യന് മാത്രം ദൈവം കൊടുക്കാത്തതുള്ളത് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഏട്ടനോട് പൊട്ടത്തരം ചോദിക്കാറുണ്ട്, ഏട്ടാ മരിക്കാതെ കൊടുക്കാരെന്നറിയോ? ദൈവം കൊടുക്കണല്ല, ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നത് അത് ഉണ്ടാക്കിയോളാം. ഉപകരണങ്ങൾക്ക് ആ ബ്രാൻഡിന്റെ ഓണറും അല്ലെങ്കിൽ ബ്രാൻഡ് കൊടുക്കുന്നതാ. മനുഷ്യന് എന്ത് ബ്രാൻഡുള്ളത്, തന്തി നല്ല എന്ത് വാറണ്ടി കൊടുക്കുക മക്കൾക്ക്. ദൈവം നമ്പരാ കൊടുക്കുന്ന ഗ്യാരണ്ടി ഗ്യാരണ്ടി എവിടെയാ വേണ്ടു. അല്ല ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വീടൊക്കെ വെച്ച്, ചില ആൾക്കാരില്ലേ വീടൊക്കെ വെച്ച് 1 വർഷമോ 2 വർഷമൊക്കെ കഴിയുമ്പോൾ അതിലിരുന്ന് സ്വപ്നം കൂടി തീർന്നിട്ടുണ്ടാവില്ല. അവർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങനെ പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ തന്നെ മകളുടെ കല്യാണത്തിൻ്റെയൊക്കെ കുറച്ച് ദിവസം മുമ്പേ ഒരച്ഛൻ മരിക്കുമ്പോൾ അത്രയും വർഷം നമ്മൾ വളർത്തി വലുതാക്കി ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കേണ്ട സമയം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ആ കുട്ടിയുടെ അച്ഛൻ മുമ്പിൽ നിന്ന് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കണ്ടേ. അത് പൊട്ടത്തരായിരിക്കാം, കാരണം എന്താ വെച്ചാൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയുടെ അല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടോ, എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് നമുക്കത് താങ്ങാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താ, നമ്മളത് 1 വർഷത്തോളം 2 വർഷത്തോളം ഇന്നും ഒരു ദിവസമെങ്കിലും നമ്മൾ പറയും എൻ്റെ അച്ഛൻ. ഇതപ്പോൾ 2 ദിവസം മുമ്പ് അനിയേട്ടൻ പറയുന്നു പ്രസിയുടെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നു പ്രസിയുടെ അച്ഛനുണ്ട് പറഞ്ഞു വെച്ചാൽ വീട് പണി സമയത്ത് അച്ഛൻ എന്തായാലും ഉണ്ടാവും, അച്ഛനെ കൊണ്ട് പറ്റണ കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്ക് അച്ഛൻ ഇല്ലാണ്ടല്ലേന്ന്. അപ്പോൾ ആ ഒരു നമുക്കൊരു മനസ്സിക്ക് ഒരു ദിവസമെങ്കിലും വരാതിരിക്കുമല്ലോ ഏട്ടാ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഭഗവാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ജന്മം തന്നവരെ മറക്കോ എന്നും പറയുന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അപ്പോൾ അമ്മയും കൂടി പറഞ്ഞിരുന്നു അവനത് നല്ല മനസ്സിക്കൊരു വിഷമമാണ് കണ്ടില്ലേ അത് പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ അച്ഛന് പറഞ്ഞു വെച്ചാൽ വീട് ആയി, അതിലൊരു ദിവസം കൊറോണ സമയത്ത് കയറി കടന്നു, പിന്നെ ഇവിടെ പൊളിച്ച സമയത്തും. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം എന്താണെന്ന് അറിയോ, അച്ഛനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അച്ഛനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോഴേ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒന്ന് അച്ഛൻ്റെ ഒരിക്കലാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇനി ഉച്ചയ്ക്ക് കഴിക്കാനാകുമ്പോഴേക്കും എല്ലാവരും വരും. പെങ്ങൾ 12 മണിയാകുമ്പോഴേക്കും വരും, 2ാമത്തെ അനിയൻ വരും, മറ്റേ അനിയൻ വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഒരിക്കൽ കഴിച്ചിട്ട് നാളത്തെ വിശേഷങ്ങൾ നാളെ കാണിക്കാം കേട്ടോ. ടാറ്റാ.